അധ്യായം 65. വീണ്ടും. നീലിമ സിദ്ധാർത്ഥിന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന ശേഷം അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അകത്ത് അസിസ്റ്റന്റ് സിദ്ധാർത്ഥിനോട് ചോദിച്ചു, അല്ല സർ, നമ്മൾ ആ സ്ഥലം ഒരുപാട് പാടുപെട്ടല്ലേ സ്വന്തമാക്കിയെടുത്തേ. നമ്മുടെ എതിരാളികളായ പല ബിസിനസ് ഗ്രൂപ്പുകൾക്കും കണ്ണുള്ള സ്ഥലമായിരുന്നു അത്. അവരോടൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തതല്ലേ ആ സ്ഥലത്തിന് വേണ്ടി. എന്നിട്ടിപ്പോ അത് വേറൊരാൾ സ്വന്തമാക്കിയാൽ നമ്മൾ തോറ്റുപോകുന്ന പോലെയല്ലേ? അസിസ്റ്റന്റ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അയാളെ തല ഉയർത്തി നോക്കി. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. എന്നോട് വാദിക്കാനൊക്കെ താനായോ? സിദ്ധാർത്ഥ് രൂക്ഷമായി ചോദിച്ചു. അയ്യോ, ഞാൻ വാദിച്ചതല്ല സർ, ആ സ്ഥലം വാങ്ങിക്കാനെടുത്ത സ്ട്രഗിൾ ഞാൻ കണ്ടതാണ്. സോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അത് അയാൾക്ക് കൊടുക്കണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അസിസ്റ്റന്റ് വ്യക്തമാക്കി. ഏതാണ് ആ ചെറിയ കാര്യം? നീലിമയെ രക്ഷിച്ചതോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതല്ല സർ, നീലിമ മാഡം ഇപ്പോൾ സേഫ് ആണല്ലോ. സോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. മാത്രമല്ല ആ സ്ഥലം ഇപ്പോൾ വെറുതെ ഒരാൾക്ക് കൊടുത്താൽ നമ്മുടെ കമ്പനിക്ക് സാമ്പത്തികമായും വലിയ തിരിച്ചടിയാകില്ലേ? അസിസ്റ്റന്റ് പറഞ്ഞു. ഞാനങ്ങ് പറയുന്നത് കേട്ടാ മതി. കൂടുതൽ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട. അതൊക്കെ എനിക്കും അറിയാവുന്നതാണ്. അപ്പോ ആ സമയം അതിനേക്കാളൊക്കെ വലുത് നീലിമയെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു. അസിസ്റ്റന്റ് പിന്നെ സിദ്ധാർത്ഥിനോട് ഒന്നും സംസാരിക്കാൻ നിന്നില്ല. കാരണം ഇനിയും താൻ എന്തെങ്കിലും പറഞ്ഞാൽ സിദ്ധാർത്ഥിനെ അത് കൂടുതൽ ദേഷ്യപ്പെടുത്തുകയുള്ളൂ എന്ന് അസിസ്റ്റന്റിന് മനസ്സിലായി. അയാൾ ഉടനെ മുറി വിട്ടുപോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു നീലിമ. അവരുടെ സംസാരത്തിൽ നിന്നും ആ സ്ഥലം കോടികൾ വിലമതിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. സിദ്ധാർത്ഥിന് താൻ കാരണം വലിയൊരു നഷ്ടം വരാൻ പോകുന്നു. ഇതിനെല്ലാം യഥാർത്ഥ കാരണം പണത്തിനോട് ആർത്തി തീരാത്ത തന്റെ കുടുംബവും അച്ഛനുമാണ്. അതോർത്തപ്പോൾ നീലിമയ്ക്ക് അച്ഛനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. പിറ്റേ ദിവസം രാവിലെ നീലിമ അച്ഛന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് അകത്തേക്ക് ക്ഷണിച്ചു. വാസുദേവൻ ക്യാബിനിൽ ഉണ്ടായിരുന്നു. അയാൾ ആരോടൊക്കെയോ ഫോണിൽ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നീലിമ കണ്ടു. സ്വന്തം മോളെ പൈസ വാങ്ങി ആർക്കോ വിറ്റ് ജീവിതം തുലക്കാൻ നോക്കിയിട്ടും ഇയാൾക്കൊരിത്തിരി പോലും ഉളുപ്പ് തോന്നുന്നില്ലേ? നീലിമ മനസ്സിൽ ആലോചിച്ചു. അവൾ നേരെ വാസുദേവന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു. പ്രതീക്ഷിക്കാതെ നീലിമയെ അവിടെ കണ്ട വാസുദേവൻ ഞെട്ടിപ്പോയി. നീ എന്താ ഇവിടെ? വാസുദേവൻ ചോദിച്ചു. എന്താ, ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് കരുതിയോ നിങ്ങള്? നീലിമ തിരിച്ചു ചോദിച്ചു. അവൾ അല്പം ഉറക്കെയാണ് സംസാരിച്ചത്. അവളുടെ ശബ്ദം കേട്ട് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ക്യാബിനിന്റെ അരികിൽ വന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട വാസുദേവൻ അവൾക്കരികിലേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിന്നോട് ആരെന്നോട് വരാൻ പറഞ്ഞേ? കുടുംബ പ്രശ്നം ഇവിടെ വെച്ചാണ് തീർക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുവിധം കമ്പനി ഉയർന്നു വരുന്നേ ഉള്ളൂ. നിന്റെയൊക്കെ ശാപം കൊണ്ട് എല്ലാം നഷ്ടത്തിലായിരുന്നു. പൊക്കിയൊന്ന് സെറ്റാക്കി വരുമ്പോ അവളുടെ ഒരു ഷോ ഒന്നിറങ്ങി പോകുന്നുണ്ട് നീ. വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ അയാളെ പുച്ഛത്തോടെ നോക്കി. നാണമില്ല നിങ്ങൾക്ക് സ്വന്തം മോളെ വിറ്റ് ഉളുപ്പില്ലാതെ ആ കാശുകൊണ്ട് ജീവിക്കാൻ? നീലിമ ശബ്ദം ഉയർത്തി തന്നെയാണ് അത് ചോദിച്ചത്. അത് കേട്ട് ഓഫീസിലെ സ്റ്റാഫുകൾ പരസ്പരം നോക്കി. ഇറങ്ങിപ്പോടി, വായിൽ തോന്നുന്നത് പുലമ്പാൻ നിൽക്കാതെ. എന്തു പാപം ചെയ്തിട്ടോ എന്തോ നീ എനിക്ക് തന്നെ പിറന്നത്, വാസുദേവൻ പറഞ്ഞു. നീലിമ അപ്പോഴും അയാളെ രൂക്ഷമായി നോക്കി നിൽക്കുകയായിരുന്നു. നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ എല്ലാവരും കൂടി എന്നെ പിന്നാലെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും പറഞ്ഞു വരുന്നില്ലല്ലോ, നീലിമ ചോദിച്ചു. നിന്നെ ഞാനെങ്ങനെ ബുദ്ധിമുട്ടിച്ചു? നല്ലൊരു കല്യാണം നടത്തി രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോ നിനക്കതൊന്നും പോരാന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങിപ്പോയത്. എന്നിട്ടിപ്പോ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ്? നീയല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, വാസുദേവൻ ചോദിച്ചു. ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയല്ലേ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ നോക്കിയത്? നീലിമ ചോദിച്ചത് കേട്ട് വാസുദേവൻ ചുറ്റും നോക്കി. ഓഫീസിലെ എല്ലാവരും ആ സംസാരം കേട്ട് അമ്പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ, വാസുദേവൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അല്പമെങ്കിലും ഉളുപ്പുണ്ടേൽ എന്നെ ഇങ്ങനെ പിന്നാലെ വന്ന് ദ്രോഹിക്കാതെ എങ്കിലും ഇരിക്കണം. ഞാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല. തിരിച്ചും ആ മാന്യത കാണിക്കണം. എന്നെ പണം വാങ്ങി വിൽക്കാൻ നോക്കിയതിന് ഞാനൊരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ, എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങും. വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്, നീലിമ താക്കിയതുപോലെ പറഞ്ഞു. അത് കേട്ടു വാസുദേവൻ ക്യാബിന് പുറത്തു നിൽക്കുന്നവരെ നോക്കി. ആളുകൾ തന്നെ പറ്റി എന്തൊക്കെയോ പരസ്പരം പറയുന്നത് വാസുദേവൻ കണ്ടു. അവർക്ക് മുന്നിൽ അപമാനിതനായ അയാൾ തല കൊനിച്ചു നിന്നു. ഇപ്പൊ ഇങ്ങനെ തല കൊനിച്ചതൊന്നും കൊണ്ടൊന്നും കാര്യമില്ലച്ചാ. ആദ്യം ഇതൊക്കെ ആലോചിക്കണം. സ്വന്തം മോളെ കാശിന് വേണ്ടി വിൽക്കാൻ നോക്കിയ നിങ്ങളെ അച്ഛ എന്ന് വിളിക്കാൻ അറപ്പ് തോന്നുന്നു. ഛേ, നീലിമ വെറുപ്പോടെ പറഞ്ഞു. വാസുദേവന് അവൾ മുഖത്തടിച്ചതുപോലെയാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. നീലിമയെ വിൽക്കാൻ താൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല എന്നും മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അതിന് കൂട്ടുനിന്ന് പോയതാണെന്നും അയാൾക്ക് പറയാൻ തോന്നി. നീലിമ തുടർന്നു. അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ട് ജീവിക്കുന്നതിലും ഭേദം തെരുവിൽ വല്ല പിച്ചയെടുത്ത് ജീവിക്കുന്നതായിരുന്നു. അതിന് പോലും ഒരു അന്തസ്സുണ്ട്. നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവന്റെ നിയന്ത്രണം വിട്ടു. അയാൾ ഉടനെ പറഞ്ഞു. ഇനിയൊരു അക്ഷരം നീ ഇവിടെ നിന്ന് സംസാരിച്ചു പോകരുത്. ഇപ്പൊ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും, വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. നിങ്ങൾ അതിനപ്പുറം ചെയ്യുമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. നിങ്ങളും കുടുംബവും ഇങ്ങനെ ആളുകളെ ദ്രോഹിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഗതി പിടിക്കില്ല, അത് ഓർത്താ നല്ലത്. നീലിമ അത്രയും പറഞ്ഞിട്ട് അയാൾക്ക് മുന്നിലൂടെ നടന്നിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ വാസുദേവൻ അരിശത്തോടെ അവളെ നോക്കി പല്ലിറുക്കി. ഓഫീസിലെ എല്ലാവരും അയാളെ പൊളിഞ്ഞു തെളിഞ്ഞും പുച്ഛത്തോടെ നോക്കുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു.
വാസുദേവന്റെ ഓഫീസിൽ നിന്നും നീലിമ നേരെ തന്റെ ഓഫീസിലേക്കാണ് പോയത്. അവൾ ചെല്ലുമ്പോൾ സൂര്യയും പ്രിയങ്കയും അവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസം നീലിമയെ കാണാതായപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിൽ വിളിച്ച് അവൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. മാഡം, ഇന്നലെ എവിടെയാ പോയത്? ഒരാൾ വിളിച്ചിരുന്നു, മാഡം മിസ്സിംഗ് ആണ്, ഇവിടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. സൂര്യ പരിഭ്രമത്തോടെ പറഞ്ഞു. അവൻ പറയുന്നത് സിദ്ധാർത്ഥിന്റെ കാര്യമാണെന്ന് നീലിമയ്ക്ക് തോന്നി. അവൾ കൂടുതലൊന്നും അവരോട് തുറന്നു പറയാൻ ആഗ്രഹിച്ചില്ല. ഓ അതോ, ഞാനൊരു സ്ഥലം വരെ പോയതാ. അല്ല അതുപോട്ടെ, നിങ്ങളെന്താ വെറുതെ ഇരിക്കുന്നേ? ജോലിയൊന്നുമില്ലേ? നീലിമ സൂര്യയും പ്രിയങ്കയും നോക്കി ചോദിച്ചു. ഉണ്ട്, മാഡം വരുന്നത് കണ്ടപ്പോ ഓടി വന്നതാ. ഇന്നലെ ഞങ്ങൾ കുറെ വട്ടം ഫോണിലേക്ക് വിളിച്ചിരുന്നു, പ്രിയങ്ക പറഞ്ഞു. ആണോ? ഞാൻ പുറത്തു പോയപ്പോ ഫോൺ എടുത്തില്ലായിരുന്നു. ആ അത് പോട്ടെ, നിങ്ങൾക്ക് സ്പാർക്കിൾ എന്ന ഏജൻസിയെ കുറിച്ച് അറിയാമോ? പെട്ടെന്ന് ഭൈരവിന്റെ ഏജൻസിയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ നീലിമ ചോദിച്ചു. അത് പ്രകാശ് ഗ്രൂപ്പിന്റെ അല്ലേ? പ്രിയങ്ക ചോദിച്ചു. ഏത് പ്രകാശ് ഗ്രൂപ്പ്? ഈ വില്ല പ്രൊജക്ടുകളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണോ? നീലിമ ചോദിച്ചു. ആ അതെ മാഡം, അവരുടേതാണ് സ്പാർക്കിൾ ഏജൻസി. പക്ഷേ അവിടെ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്റെ ഒരു ബന്ധു അവിടെ പണ്ട് സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പ്രിയങ്ക പറഞ്ഞു. അത് കേട്ട് നീലിമ അതിശയത്തോടെ അവളെ നോക്കി. പ്രകാശ് ബിസിനസ് ഗ്രൂപ്പ് ഒരുവിധം വലിയ ടീമാണെന്ന് നീലിമയ്ക്ക് അറിയാം. പക്ഷെ അവരുടെ കീഴിൽ സ്പാർക്കിൾ പോലെ ചീപ്പ് ഏജൻസി എങ്ങനെ ഉടലെടുത്തു എന്നായിരുന്നു അവരുടെ സംശയം. അല്ല, അതിന്റെ MD ആരാണ്? നീലിമ ചോദിച്ചു. ഒരു ഭൈരവാണ്. സത്യത്തിൽ ഈ പ്രകാശ് ഗ്രൂപ്പും സിറ്റിയിലെ മറ്റൊരു വമ്പൻ ബിസിനസ് ഗ്രൂപ്പായ വിഷ ഗ്രൂപ്പും തമ്മിൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ടെന്നാ കേട്ടത്. ഈ അടുത്തുമുണ്ടായിരുന്നു അവര് തമ്മിലൊരു ഇഷ്യൂ. ഏതോ ഒരു സ്ഥലം വിഷ ഗ്രൂപ്പ് പ്രകാശ് ഗ്രൂപ്പിനെ മറികടന്ന് സ്വന്തമാക്കിയത് കൊണ്ട് വിഷ ഗ്രൂപ്പിന്റെ MD സിദ്ധാർത്ഥുമായി ഭൈരവിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കൃത്യമായി അറിയില്ല, പ്രിയങ്ക പറഞ്ഞു നിർത്തി. നീലിമ അപ്പോൾ സിദ്ധാർത്ഥിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. അത്ര മത്സരം നടത്തി കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണോ സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി വിട്ടുകൊടുത്തത്? നീലിമ അമ്പരപ്പോടെ ചിന്തിച്ചു. എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിന്റെ സ്ഥലം ഭൈരവിന് പൂർണ്ണമായി കൈമാറും മുമ്പേ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാ നിങ്ങളുടെ ജോലി നടക്കണം, നമുക്ക് പിന്നെ സംസാരിക്കാം, നീലിമ പ്രിയങ്കയോടും സൂര്യയോടും പറഞ്ഞു. അവർ രണ്ടുപേരും തലയാട്ടിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവർ പോയതിനു ശേഷവും നീലിമ ആ സ്ഥലത്തെക്കുറിച്ച് തന്നെ ഒരുപാട് നേരം ചിന്തിച്ചിരുന്നു. അതിനെക്കുറിച്ച് മാത്രമല്ല, സ്പാർക്കിൾ എന്ന ഏജൻസിയെ കുറിച്ചും. വൈകുന്നേരം ഒരുവിധം ജോലികൾ ഒതുക്കിയ ശേഷം നീലിമ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി കാറിലേക്ക് കയറി. ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു. സ്വന്തമായി ഡ്രൈവ് ചെയ്താണ് നീലിമ അന്ന് ഓഫീസിലേക്ക് വന്നത്. തിരികെ പോകുമ്പോൾ അവൾക്ക് ഒരുപാട് കാലം ഡ്രൈവ് ചെയ്യാതിരുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. അല്പദൂരം കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഇരുട്ടു കയറുന്നത് പോലെയും തല കറങ്ങുന്നത് പോലെയും അവൾക്ക് തോന്നി. നീലിമ കാർ ഒരു വശത്തേക്ക് ഒതുക്കി. പക്ഷെ വണ്ടി നിൽക്കുന്നതിന് മുമ്പേ അവളുടെ കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. നീലിമയുടെ നെറ്റി സ്റ്റിയറിംഗിൽ ചെന്നിടിച്ച് ചോര പൊടിയാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ അവളുടെ കാറിന്റെ ഗ്ലാസ് ആരോ വന്നു മുട്ടി. നീയൊക്കെ എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്നേ? ഒരാൾ ചോദിച്ചു. നീലിമയ്ക്ക് ബോധം അറിയുന്നത് പോലെ തോന്നി. അയാളെ ഇടിച്ച് കറിഞ്ഞ ഡ്രൈവർ ആണെന്ന് അവൾക്ക് മനസ്സിലായി. നീലിമ മറുപടി പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ലായിരുന്നു. അവൾ വീണ്ടും സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു. അവൻ ഓഫീസിൽ തിരക്കിലായിരുന്നു. ജോലി തീർത്ത ശേഷം അവൻ ഹേമന്തിനൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഹലോ, നീലിമ ആ സമയത്ത് അവനെ വിളിക്കാറില്ലാത്തത് കൊണ്ട് സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്തു. സിദ്ധാർത്ഥ്, എനിക്കൊരു ആക്സിഡന്റ് പറ്റി, നീലിമ വിറയലോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് ഞെട്ടി. എന്താ? എങ്ങനെ? നീ ഇപ്പൊ എവിടെ എന്നിട്ട്? സിദ്ധാർത്ഥ് ആശങ്കയോടെ ചോദിച്ചു. ഞാൻ വഴിയില. നീലിമ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശബ്ദം കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നീലിമ, താൻ ഓക്കെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ശരിക്കും എന്താ പറ്റിയേ? സിദ്ധാർത്ഥ് വേവലാതിയോടെ ചോദിച്ചു. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴാ നീലിമ അത്രമാത്രം പറഞ്ഞു. പിന്നെ അവൾ ബോധം മറഞ്ഞ പോലെ കാറിലേക്ക് വീണു. അവളുടെ ശബ്ദം കേൾക്കാതെയായപ്പോൾ സിദ്ധാർത്ഥ് വല്ലാതെ ഭയന്നു. ഹലോ നീലിമ. സിദ്ധാർത്ഥ് ഓഫീസ് ക്യാബിനിൽ നിന്ന് ധൃതിയിൽ ഇറങ്ങി. അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർത്ഥിനെ കാണുന്നത്. സിദ്ധാർത്ഥ് വല്ലാതെ വിഷമിച്ചുകൊണ്ടാണ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിയത്. അത് ശ്രദ്ധിച്ച ഹേമന്ത് അവനെ നോക്കി. സിദ്ധു, എന്ത് പറ്റി? ഹേമന്ത് ചോദിച്ചു. നീലിമയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നമുക്ക് ഉടനെ അവിടെ എത്തണം, സിദ്ധാർത്ഥ് അവിടെ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഹേമന്തും അവന്റെ പിന്നാലെ നടന്നു. സിദ്ധാർത്ഥും ഹേമന്തും നീലിമ ഓഫീസിൽ നിന്ന് വരാനുള്ള വഴിയിലെ റോഡുകളിൽ അവളെ തിരഞ്ഞു. ഒടുവിൽ അവരവളെ കണ്ടുപിടിച്ചു. നീലിമ ബോധമില്ലാതെ കാറിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൾക്കടുത്ത് മറ്റൊരു കാറിൽ ഒരാൾ ഇരിപ്പുണ്ട്. സിദ്ധാർത്ഥിനെയും ഹേമന്തിനെയും കണ്ടപ്പോൾ അയാൾ കാറിൽ നിന്ന് ഇറങ്ങി. അവിടെ കുറച്ച് നാട്ടുകാരും കാഴ്ചക്കാരായി നിന്നിരുന്നു. സിദ്ധാർത്ഥ് നീലിമയുടെ കാറിന്റെ അരികിലേക്ക് ഓടി. അതെ, എനിക്ക് നഷ്ടപരിഹാരം തന്നിട്ട് മതി ആ കുട്ടിയെ രക്ഷിക്കുന്നതൊക്കെ. അവൾക്ക് കാര്യമായൊന്നുമില്ല, ബോധം പോയതേ ഉള്ളൂ, കാറിന്റെ ഓണർ എന്ന് തോന്നിക്കുന്ന അയാൾ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് കോപത്തിൽ തുടുത്തു. ഹേമന്ത് അപ്പോ അയാളെ നോക്കി ചോദിച്ചു. എടോ, താനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാൻ നാണില്ലേ നിങ്ങൾക്ക്? ഹേമന്ത് കാറിന്റെ ഓണറോടും നാട്ടുകാരോടും ചോദിച്ചു. അവർ ആരും ഒന്നും സംസാരിച്ചില്ല. സിദ്ധാർത്ഥ് ഉടനെ നീലിമയുടെ അടുത്തേക്ക് ഓടി. അവളെ കാറിൽ നിന്ന് എടുത്തു പൊക്കി. നെറ്റിയിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് വേദനിച്ചു. അവൻ നീലിമയെ തന്റെ കാറിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് നാട്ടുകാരെയും കാർ ഓണറെയും നോക്കി പറഞ്ഞു,
ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒറ്റൊരുത്തനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. പറയുന്നത് സിദ്ധാർത്ഥ് വിഷയമാണ്. അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം നിറഞ്ഞിരുന്നു.